ഹലോ ഗായ്സ്, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോ എന്റെ ഒന്നാമത്തെ അല്ല, രണ്ടാമത്തെ അല്ല, ഇത്ര മൂന്നാമത്തെ intro ആണ്. ആദ്യത്തെ രണ്ടു വട്ടവും ഞാൻ മൈക്കെല്ലാം കണക്ട് ചെയ്തു, പക്ഷേ ഇതിനകത്തുനിന്ന് ഓണാക്കാൻ ഞാൻ മറന്നു. അങ്ങനെ ഇപ്പൊ എന്റെ മൂന്നാമത്തെ intro ആണ്. അപ്പൊ രാവിലെ എന്നെ കോമഡി ആയിപ്പോയി. അപ്പൊ രണ്ടാമത്തെ വട്ടം ഞാൻ കുറെ പറഞ്ഞു കഴിഞ്ഞിട്ട് പ്ലേ ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ മൈക്ക് ഓണാക്കിയിട്ടില്ല. പോട്ടെ, സാരില്ല. ഇന്ന് ഞാൻ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഞാൻ ഒരു ജോലിക്ക് പോകണം. ഫസ്റ്റ് ഡേ ആണ്. എനിക്ക് നല്ല ടെൻഷനുണ്ട്, നല്ല എക്സൈറ്റ്മെന്റും ഉണ്ട്. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് ഡേ എങ്ങനായിരുന്നു ജോലിക്ക് പോയത്? നിങ്ങൾ കമന്റ് ഇടുക. പിന്നെ എന്താ പറയാ, ഞാൻ ഇന്നുവരെ ജോലിക്കൊന്നും പോകാത്തത് എനിക്ക് ഭയങ്കര ടെൻഷൻ. പറ്റുന്നില്ല. സമയം 6:45 രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തു. ഇനി കുളിക്കണം. ഇത്രയും നാള് ജോലിക്കൊന്നും പോകാതെ അല്ലെ പഠിക്കാനൊന്നും പോകാതിരുന്ന് കഴിഞ്ഞപ്പോ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ ജോലിക്ക് പോകാം എന്നൊക്കെ ഉള്ളൊരു സന്തോഷമുണ്ട്. എന്നാലും വിഷമമാണ് മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ ഞാനങ്ങനെ ഒരുപാട് നാളായിട്ടൊന്നും ആഗ്രഹിച്ച് കിട്ടിയ ജോലിയൊന്നുമല്ല. കുറച്ച് ടൈമിനുള്ളിൽ പെട്ടെന്നൊരാഗ്രഹം വന്ന് ഒരു ജോലിക്ക് പോകണം. അങ്ങനെ റെസ്യൂമെ കൊണ്ട് കൊടുത്തു. ജോലി സെറ്റായി. ഇനിയും പോണം. ലീവൊന്നും ഇല്ല, എന്നും പോണം. പിന്നെന്താ, പിന്നെ എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടെന്നൊന്ന് ക്യാപ്ചർ ചെയ്ത് വെക്കാൻ. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് പുറത്ത് നോക്കി തന്നെ അറിയാം, നല്ല ടെൻഷൻ ഉണ്ട്. ഞാനപ്പൊ എന്റെ വീട്ടിൽ നിക്കാൻ വന്നായിരുന്നു. കുറച്ച് ദിവസം നല്ല സുഖമായിട്ട് നിക്കാലോ എന്ന് വിചാരിച്ചു വന്നപ്പോ 9 to 6 വരെയാണ് ജോലി. 6:30 തിരിച്ചു വരാനും പറ്റത്തുള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ തുടർന്നു പോവും. ഇൻട്രസ്റ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഫസ്റ്റ് കിട്ടിയ ജോലിയല്ലേ, നിങ്ങൾ കുറച്ച് അമ്പലത്തിലൊക്കെ ഒന്ന് പോയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഷോർട്സ് വരും, അത് നിങ്ങൾ കാണണം. പിന്നെന്താ, ഞാൻ ഇത്ര നേരം ജോലി ജോലി എന്ന് പറഞ്ഞു. എന്താണ് ജോലി എന്നൊന്നും പറഞ്ഞില്ല. ബില്ലിങ്ങിലാണ് ജോലി കിട്ടിയത്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ജോലിക്ക് പോയി ഇതെങ്ങനെ ജോലിക്ക് റെസ്യൂമെ കൊണ്ട് കൊടുക്കാനുള്ള കാരണമൊക്കെ ഞാൻ പിന്നീട് അടുത്ത വീഡിയോ ആയിട്ട് പറയാം. ഇന്ന് ഈ വീഡിയോയില് ഞാൻ ഫസ്റ്റ് ഡേ പോകുന്ന വീഡിയോ ആണ്. അപ്പൊ എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. പിന്നെന്താ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം, ഒരുങ്ങുന്ന ചെയ്യാം. അത്രയ്ക്കല്ലേ ഉള്ളൂ. സന്തോഷം കൊണ്ടാണോ വിഷമം കൊണ്ടാണോ അറിയത്തിലേക്ക് ഇത് പറയാൻ പറ്റുന്നത്. വിഷമം എന്ന് പറഞ്ഞാൽ എന്നും പോണല്ലോ കൊടുക്കുന്നൊരു വിഷം. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ ജോലി കിട്ടി, എന്നും ജോലിക്ക് പോകാം എന്നൊക്കെ ഉള്ളൊരു സന്തോഷം. ഞാൻ കല്യാണ സമയത്ത് പറഞ്ഞായിരുന്നു ഞാൻ ജോലിക്കൊന്നും പോകത്തില്ല എന്നോട് പറഞ്ഞു. പിന്നീട് നമ്മൾ മാറ്റി ചിന്തിച്ചു തുടങ്ങി. ജോലിക്ക് പോകണം. പുള്ളിക്കാരനും പറയായിരുന്നു ഞാൻ ചുമ്മാ ഇരിക്കുകയല്ലേ, ജോലിക്ക് പോകും, നമുക്ക് ഇഷ്ടമുണ്ട് ജോലിക്ക് പോകും പറയാം. അന്നേരം ഞാനൊന്നും കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പോ കാര്യമായിട്ട് എടുത്ത് ജോലിക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പൊ വലുതായിട്ടൊന്നും മേക്കപ്പ് ചെയ്യുന്നില്ല, കാരണം പുറത്ത് മഴയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ സൺസ്ക്രീൻ ഇടുന്നുണ്ട്, അത് ഞാൻ എന്തായാലും സ്കിപ്പ് ചെയ്യുന്നില്ല. അത് കുറച്ച് ഇട്ടുള്ളൂ, കാരണം മഴയൊക്കെ അല്ലേ. കുറച്ച് സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. ഇത് 2 ഫിംഗർ റൂൾ വെച്ചും
ഒക്കെ ഇടുന്നവരുണ്ട്, 3 ഫിംഗർ റൂൾ വെച്ചൊക്കെ ഇടുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത്, കുറച്ചെടുത്തിട്ടേ ഇടുന്നുള്ളൂ. കാരണം അതിനകത്ത് ക്വാണ്ടിറ്റി വളരെ കുറവാണ് ഗൈസ്. അപ്പം നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കും ഇച്ചിരൂടെ ലാഭം. അപ്പൊ അതൊക്കെ ഇട്ട് കഴിഞ്ഞ് പൗഡർ ഇട്ട് സെറ്റ് ചെയ്തു. ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ ഇത്ര ഇടാറുള്ളൂ. സൺസ്ക്രീനും ഇടും. നേരത്തെ ക്രീം ഇടുമായിരുന്നു, ഇപ്പൊ ക്രീം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യും, ഇടയ്ക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. പൗഡർ ഇട്ട് പിന്നെ ജസ്റ്റ് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമല്ല നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ ഭാഗമൊക്കെ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. ഞാനപ്പം മൈക്ക് വെച്ചിട്ടുണ്ട്, അത് ഓൺ ആക്കാതാണ് ഗൈസ് ഞാനവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ലിപ് ബാം, ഇത് എല്ലാ വീഡിയോസിലും ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ലിപ് ബാം ആയിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഇച്ചിരി ഇട്ട് കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഐബ്രോ ഒക്കെ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത്. എനിക്ക് ആദ്യമൊക്കെ ത്രെഡ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ പിന്നെ ചെയ്ത് ഇപ്പൊ കുഴപ്പമില്ല, ഇരുന്നൊക്കെ കൊടുക്കും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര വേദനയും. പിന്നെ പൊട്ട് വെക്കണം എന്നാണ് ഞാൻ അതിന് പറയുന്നത്. അത് നമ്മൾ എപ്പോഴും വെക്കാറുള്ള പോലെ ബ്ലാക്ക് പൊട്ട് തന്നെ. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഷുഗറിന്റെ. ഇത് ഇച്ചിരി ഇട്ടാൽ മതി, പെട്ടെന്ന് നല്ല കളർ വരും, പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പൊ ഇട്ടുകൊണ്ട് കുറച്ചു നേരം വെളിയിലോട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാനത് ഫുള്ളായിട്ട് തിന്നു കഴിയും. അങ്ങനെയാണ് കേസ്. ഞാൻ ജസ്റ്റ് അവിടെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എനിക്കൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് മേടിക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ അതിന് ഏത് ഷെയ്ഡ് മേടിക്കണം ഒക്കെ ഇങ്ങനെ സെർച്ചിങ്ങിലാണ്. അപ്പൊ അത് മേടിക്കണം. പിന്നെ ഇനിയും പൊട്ടും കൂടെ വെച്ച് കഴിഞ്ഞ് സിന്ദൂരം കൂടെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇത്ര ഉള്ളു ഗൈസ് എന്റെ ഒരുക്കം. ഞാൻ പൊട്ടൊക്കെ എടുത്ത് പൊട്ട് വെച്ചെടുത്തിട്ട് പൊട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. പൊട്ടൊക്കെ തൊട്ട് കഴിഞ്ഞു. ഇനിയും നമ്മൾ സിന്ദൂരം ഇടാനാണ് പോകുന്നത്. ഞാൻ അവിടുന്ന് വന്നപ്പോൾ സിന്ദൂരം ഒന്നും കൊണ്ടുവന്നില്ല. പിന്നെ എനിക്കിതാ ഈ ഒരു സിന്ദൂരം ഭയങ്കര ഇഷ്ടമാണ്. ഇത് അമ്മയുടെ സിന്ദൂരം കേട്ടോ. ഇത് ക്വാണ്ടിറ്റിയിലും ഉണ്ട്, പക്ഷെ നല്ല കളറുമാണ് ഗൈസ്. ഞാൻ ചെറുതായിട്ട് മറ്റേ ലിക്വിഡ് വെച്ച് ഒന്ന് ചെറുതായിട്ട് തൊട്ടിട്ടുണ്ട്. ഞാൻ തൊട്ടത് ഇച്ചിരി ചരിഞ്ഞു പോയല്ലോ എന്ന് എനിക്കൊരു സംശയം. അതിന് ഞാൻ കൈവച്ച് നോക്കുന്നുണ്ട് നേരെ തന്നെ ആണോ എന്ന്. ഇച്ചിരി ചരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇനിയും മുടിയും കൂടി കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് പോകാനായിട്ട് ഞാൻ സെറ്റാണ്. അപ്പൊ മുടി ഉണങ്ങിയില്ലായിരുന്നു, ജസ്റ്റ് ഞാനൊന്ന് ചീകി കൊടുത്തിട്ടുണ്ട്. മാക്സിമം മുടി നനഞ്ഞിരിക്കുമ്പോൾ ചീകാത്തിരിക്കുന്നതാണ് നല്ലത്. കുറേ മുടി പൊട്ടിപ്പോവും. ഞാൻ എന്റെ ചീപ്പി കുറെ മുടി ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ അത് എടുത്ത് കളയുമായിരുന്നു. ഞാൻ ചീവിയിട്ട് അതുപോലെ തന്നെ വെച്ചിട്ട് പോകും. പിന്നെ വരുമ്പോഴാണ് ചിലപ്പോൾ എടുത്ത് കളയും, ചിലപ്പോൾ എടുത്ത് കളയത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് അവിടെ നിന്നിട്ട് സ്പേസ് ഇല്ല ചീകാനുള്ള. പിന്നെ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് പിന്നെ വേറെ കണ്ണാടി നോക്കി പോയി ചീകിയിട്ട് വന്നു. എനിക്ക് ചീകുമ്പോൾ ഫുള്ളായിട്ട് ചീകണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് വേണം. ഇത്രയും വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഓർത്തത് ഞാൻ മൈക്ക് ഓൺ ചെയ്തില്ലായിരുന്നു. ഞാൻ എപ്പോഴും വേണ്ടത്ര കാണിക്കും, ആദ്യമായിട്ടല്ലേ കൊണ്ടായിരിക്കും എന്നൊക്കെ അത് സമാധാനിക്കും. അപ്പം മുടി ഒന്ന് ഉണങ്ങിയിട്ട് കെട്ടാന്ന് വിചാരിച്ചു. നനഞ്ഞിരിക്കും.